ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ തോൽവിയിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ കൈവിട്ട LDF ആലത്തൂരിൽ മാത്രമാണ് ആശ്വാസജയം നേടിയത്. CPM ശക്തി കേന്ദ്രങ്ങളിൽ പോലും കോൺഗ്രസും BJPയും കടന്നുകയറുകയും ചെയ്തു. ഇതോടെ CPM ഒരു അവലോകനത്തിന് ഒരുങ്ങുകയും ചെയ്യും. കേരളത്തിലെ തോൽവിയെക്കുറിച്ചോ ദേശീയ തലത്തിലെ ഇന്ത്യാ സഖ്യത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ചോ NDAയുടെ ജയത്തെക്കുറിച്ചോ മുഖ്യമന്ത്രി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ സന്ദേശങ്ങൾ ഉണ്ടായില്ല. അതേസമയം സംസ്ഥാനത്തെ തോൽവി സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ശരിയായ പരിശോധന നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്ന് ജനവിധി അംഗീകരിക്കുന്നുവെന്നുമായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രതികരണം. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ തൊട്ടടുത്ത ദിവസമായ ജൂൺ 5-ന് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പോസ്റ്റ് മുഖ്യമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിലും മൗനം. ഫലം പുറത്തുവന്ന് ഇതുവരെ വാർത്താക്കുറിപ്പോ ഫേസ്ബുക്ക് പോസ്റ്റോ ഇല്ല. അതേസമയം പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് FB പോസ്റ്റ് ഇടുകയും ചെയ്തു. സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ലീഡ് പ്രകാരം ഇടതുമുന്നണിക്ക് ലീഡ് നേടാനായത് 3 മാത്രം. CPI മന്ത്രിമാരുടെ മണ്ഡലങ്ങൾ എല്ലാം പിന്നിലായപ്പോൾ V ശിവൻകുട്ടിയുടെ നേമത്തും R ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുടയിലും LDFന്റെ സ്ഥാനം 3-മതാണ്. 1,00,000 വോട്ടിന് മുഖ്യമന്ത്രി നിയമസഭയിലേക്ക് ജയിച്ച ധർമ്മടത്ത് 2016 വോട്ട് മാത്രമാണ് LDF ലീഡ്. കേരള കോൺഗ്രസ് ജനതാദൾ മന്ത്രിമാരുടെ മണ്ഡലങ്ങളായ ഇടുക്കിയിലും ചിറ്റൂരിലും LDF പിന്നിലാണ്. തെരഞ്ഞെടുപ്പ് പരാജയം വിശദമായി വിലയിരുത്താനും തിരുത്താനും CPM മറ്റന്നാൾ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രാഥമിക ചർച്ച നടത്തും. 5 ദിവസത്തെ സംസ്ഥാന നേതൃയോഗങ്ങളും വിളിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ തന്നെ ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റും പ്രതിസന്ധിയിലാവുകയാണ്. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് CPM സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. കേരള കോൺഗ്രസിന് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ മറ്റ് പദവികൾ നൽകുന്നതിൽ വിരോധമില്ല. അതേസമയം തെരഞ്ഞെടുപ്പിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി വിലയിരുത്താൻ CPM നേതൃയോഗങ്ങളിലേക്ക് കടക്കുന്നു. വിശദമായ ചർച്ചകൾക്കായി 5 ദിവസത്തെ നേതൃയോഗം വിളിച്ചു. തിരുത്തൽ നടപടികൾ ആവശ്യമുണ്ടെന്ന് കണ്ടാൽ ഉടൻ അതിലേക്ക് കടക്കാനാണ് തീരുമാനം. മറ്റന്നാൾ ചേരുന്ന സെക്രട്ടേറിയറ്റിൽ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച പ്രാഥമിക വിലയിരുത്തൽ നടക്കും. വിശദമായ ചർച്ചയ്ക്ക് 5 ദിവസത്തെ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരും. 16, 17 തീയതികളിലായി സംസ്ഥാന സെക്രട്ടേറിയറ്റ്, 18, 19, 20 തീയതികളിൽ സംസ്ഥാന സമിതി യോഗവും നടക്കും. മന്ത്രി K രാധാകൃഷ്ണൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതോടെ മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചകളും CPMന്റെ പരിഗണനയ്ക്ക്. MP-യായി തെരഞ്ഞെടുത്തതുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറങ്ങി 14 ദിവസത്തിനകം നിയമസഭാംഗത്വം രാജിവെക്കണം എന്നാണ് ചട്ടം. പകരം സംവിധാനത്തെക്കുറിച്ച് മറ്റന്നാൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയുണ്ടാകും. ചുമതല ആർക്കെങ്കിലും കൈമാറണോ അതോ പകരക്കാരനെ ഉടൻ കണ്ടെത്തണോ എന്ന കാര്യത്തിൽ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കും. 10-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന സാഹചര്യവും പാർട്ടി പരിഗണിക്കും.